എന്നാലും ആ മോഹൻ ഇത്ര പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ പട്ടാളക്കാരുടെ കാര്യമൊക്കെ അങ്ങനെ അടി. അവര് ചോദിക്കുമ്പോ അവധി കിട്ടും, പക്ഷെ വിളിക്കുമ്പോ അങ്ങോട്ട് എല്ലാം വേണം. ആ പിച്ചാത്തിഞ്ഞിരുത്തേ ഇവിടെ കണ്ടോ വെച്ചിരുന്നല്ലോ. ആ ദേ ഇങ്ങോട്ട് നോക്കി, അവന് പോകാൻ തീരെ മനസ്സില്ലാതെയാ പോയിരിക്കുന്നത്. അത് നിനക്ക് അങ്ങനെ മനസ്സിലായി? അവന്റെ മുഖം കണ്ടാലറിയാം. യാത്ര ചോദിക്കുമ്പോഴേ അവന്റെ മുഖത്ത് ജീവനില്ലായിരുന്നു. നിനക്ക് മുഖലക്ഷണം പറയാനും അറിയാമോ? ഇവിടെ എന്ത് പറഞ്ഞാലും തമാശയാണല്ലോ, ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലോ. പക്ഷെ നന്ദിനിക്കുട്ടിയോടൊന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോ ഗോപാലവന്റെ മകനാണല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരാ. മേനോന് സുഖം തന്നെയാണല്ലോ അല്ലേ? അതെ, അച്ഛനിപ്പോ ബിസിനസ് ആയിട്ടൊക്കെ കഴിയുകയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ വിശേഷിച്ച്? നന്ദിനിക്കുട്ടിയുടെ കയ്യിൽ ഞാൻ ലൈബ്രറി പുസ്തകം വാങ്ങിച്ചിരുന്നു. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇരിക്കും. ഇന്ന് രാത്രി ഞാൻ മദ്രാസിനും പോവാ. പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പൊ നാളെ ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട്, പക്ഷെ ബിസിനസിന്റെ കാര്യമായതുകൊണ്ട് പോകാതിരിക്കാൻ വയ്യ. ആ അത് ശരി. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, നിന്നെ കാണാൻ വന്നതാ. അല്പം താമസിച്ചുപോയി, ഒരാഴ്ച സ്ഥലത്തില്ലായിരുന്നു. അമ്മയില്ലേ അപ്പുറത്ത്? ചായ ഇടാൻ പറയൂ. അയ്യോ വേണ്ട, അതിനുള്ള സാവകാശം ഇപ്പൊ ഇല്ല. ആ എന്നാൽ അച്ഛനോട് എന്നെ കണ്ട വിവരം പറയണം, എന്റെ അന്വേഷണം പറയൂ. പറയാം. കേട്ടോ? വരട്ടെ. ആ നന്ദിനിക്കുട്ടി, എന്താച്ചാ ഇയാളിങ്ങനെ ബോംബെയിലും മദ്രാസിയിലും ഒക്കെ പറന്നു കിടന്നാ പഠിക്കുന്നത് എങ്ങനെയാ? വലിയ കാശുകാരന്റെ മോനാ. ഓഹോ. പിന്നെ ഒരു തമാശക്ക് കോളേജിൽ വരുന്നത് മാത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, ഇയാളുടെ അച്ഛനും ഞാനും കൂടെ 8ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. അന്ന് പഠിക്കാൻ വലിയ മിടുക്കനൊന്നും അല്ല, ബുദ്ധൂസാ. ഇപ്പൊ ബിസിനസ്സായി, കാശായി, ഓരോരുത്തന്റെ ഭാഗ്യം. ആ നീ പോയി ഒരു കാപ്പി എടുത്തോണ്ട് വരൂ. ആ തടുത്ത എന്റെ രാശി. മോഹന്റെ കത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അമ്മാവനും അമ്മായിയും അറിയുന്നതിന് നന്ദിനിക്കുട്ടിയുടെ ജാതകം എത്രയും വേഗം എന്റെ പേർക്ക് അയച്ചു തരണം. വിശദ വിവരങ്ങൾ പിന്നാലെ എന്ന് മോഹൻ. നീ എന്താ അല്ലാതെ? അല്ല, മോഹൻ ഇപ്പൊ എന്തിനാ നന്ദിനിക്കുട്ടിയുടെ ജാതകം? ആ വല്ല കാരണവും കാണുമായിരിക്കും. അല്ലല്ല, എന്തോ കാര്യമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ വല്ലാതെ യാത്ര പറഞ്ഞത്. ഒന്നും ചുമ്മാതിരി എന്റെ ശാരി. അവൻ അവളുടെ ജാതകം ചോദിച്ചു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. അതിൽ കൂടുതൽ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? നാളെ കളിക്കാടാ. എന്നാലും ലത ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല. എന്താടി അവൾ കല്യാണം കഴിച്ചു പോകുന്ന നിനക്ക് ഇത്ര കണ്ണുകടി? എനിക്ക് കണ്ണുകടിയായിട്ടൊന്നുമല്ല, പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മോട് ചോദിക്കാമായിരുന്നു. ലോകം അങ്ങനെയാ, ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും. അതിനു മുമ്പ് ആന വാചകം. നന്ദിനിക്കുട്ടി, ഒരു നിമിഷം. ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നന്ദിനിക്കുട്ടി കേൾക്കൂ? എന്താ കാര്യം? നന്ദിനിക്കുട്ടിക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. കാര്യം പറയൂ. എതിര് പറയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വരൂ. ഈ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. വരൂ. നന്ദിനിക്കുട്ടി, പ്രസംഗത്തിന് 1ാം സമ്മാനം കിട്ടിയ നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ലേ? ഹലോ, തോമസ് ആണോ? ഐസി. ടിക്കറ്റിന്റെ കാര്യം എന്തായി? ഏർപ്പാട് ചെയ്തോ? ആ
ശരിയാക്കാം. ഓക്കെ. നന്ദിനിക്കുട്ടി ഇരിക്കും. എന്റെ ഡാഡി എങ്ങനെയുണ്ട്? ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഡാഡിയാണ്. എങ്ങനെ ഇരിക്കും? ഇതിനുള്ള ബോറടി ഒന്ന് കുറഞ്ഞു കിട്ടാനാണ് ഞാൻ കോളേജിൽ വരുന്നത്. ചന്ദ്രന് അമ്മയില്ലേ? ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. എന്നെ പ്രസവിച്ചോടെ അമ്മ മരിച്ചു. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ 23 പിറന്നാളുകൾ ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇത്തവണ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരു അതിഥി വേണമല്ലോ. ആ അതിഥിയാണ് നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി കഴിക്കും. അതെ, കൽക്കട്ടയ്ക്കുള്ളത് നാളെ ഡിസ്പാച്ച് ചെയ്താൽ മതി. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റും റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലൈറ്റ് പ്രോഡക്ട്സിന് ഒരു 25,000 പാക്കറ്റുകൾ വേണം. അതെ. ആ, ഡാഡിയാണ്. ഞങ്ങളുടെ സംസാരം മിക്കവാറും ഫോണിലൂടെയാണ്. ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഡാഡിയുടെ ടെലിഫോൺ ബേബിയാണ്. അയ്യോ, 5:30 മണിക്കാണ് എന്റെ ലാസ്റ്റ് ബസ്. അതിനെന്താ, ഒരു 10 മിനിറ്റ് നമുക്ക് പോകാമല്ലോ. നന്ദിനിക്കുട്ടി ചർച്ച കണ്ടില്ലല്ലോ. വരും. നന്ദിനിക്കുട്ടിയോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ചു നാളായി വിചാരിക്കുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് തെറ്റില്ലാന്ന് തോന്നുന്നു. നന്ദിനിക്കുട്ടിയെ എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ നന്ദിനിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദിനിക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും സമ്മതം ഞാൻ വാങ്ങാം. നന്ദിനിക്കുട്ടി എന്താ മിണ്ടായിരിക്കുന്നത്? നന്ദിനിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ നന്ദിനിക്കുട്ടിയെ കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമാണിത്. ഞാൻ ആദ്യമായി ഒരു വിവാഹാഭ്യർത്ഥന നടത്തുന്നതും നന്ദിനിക്കുട്ടിയോടാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു എഴുത്തുകാരനെ വിവാഹം കഴിക്കാനാണ്. നന്ദിനിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണോ ഇത്? എങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. നന്ദിനിക്കുട്ടിയുടെ ഈ വലിയ ആഗ്രഹത്തെ മറികടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓ, 10 മിനിറ്റ് കഴിഞ്ഞു. തിരിച്ചു പോണ്ടേ? വരൂ. നീ വിഷമിക്കാതെ നന്ദിനിക്കുട്ടി. അച്ഛനൊന്നും സംഭവിച്ചു കാണുകയില്ല. എന്നാലും അയാൾ എന്താ പറഞ്ഞത്? ഫോണിൽ കൂടെ എനിക്ക് ശരിക്കും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അച്ഛന് ബോധക്കേടുണ്ടായെന്ന് മാത്രം പറഞ്ഞു. അച്ഛനൊരു അസുഖവും ഉണ്ടാവത്തതാ. നീ വിഷമിക്കാതെ, നമുക്കൊരു കാറ് പിടിച്ചു പോകാം. വരൂ. എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ. എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ.
അമ്മേ. രണ്ടാഴ്ചയായി ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു. വന്നപ്പോൾ ഡാഡിയാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ഒരു തവണയെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നു അസുഖം? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഓ, ഡാഡി പറഞ്ഞു. ഡാഡി അവിടെ വന്നപ്പോൾ സ്റ്റുഡൻസിന്റെ തിരക്കായിരുന്നു അത്രേ. ഞാൻ പോട്ടെ. നന്ദിനിക്കുട്ടി, ഇതൊന്നും ഓർത്ത് ദുഃഖിക്കരുത്. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാൽ മതി. അമ്മയില്ലാത്ത എന്റെ വിധിയെപ്പറ്റിയും അങ്ങനെ കരുതിയാണ് ഞാൻ സമാധാനിക്കുക. മോളെ, നീ ഊണ് കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ടമ്മേ. രാവിലെ നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ മോളെ? ഇപ്പൊ വിശപ്പില്ലാഞ്ഞിട്ടാ. കുറച്ച് കഴിയുമ്പോ ഞാൻ വിളമ്പി ഉണ്ടോളാം. നന്ദിനിക്കുട്ടി, രാവിലെ കുളിയും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാ മോളെ. എന്നും കൊട്ടാരവളപ്പിൽ പോയിരുന്ന് ഉച്ചവരെ അക്ഷരശ്ലോകം ചെല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തലചുറ്റി വീണെന്നാ കൈമൾ പറഞ്ഞത്. ആശുപത്രി പോകേണ്ടി വന്നില്ല. എന്തിനതൊക്കെ പറയുന്നു? അത്രയ്ക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. ടെലഗ്രാം കിട്ടിയ ഉടനെ തന്നെ വേണുവേട്ടൻ ലീവിന് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, കിട്ടണ്ടേ? ഇപ്പൊ തന്നെ എന്ത് പാടുപെട്ടാ ലീവ് കിട്ടിയത്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു മോളെ. അപ്പച്ചി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അപ്പച്ചി, മോഹൻ ഏതാനും 2 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടുകയുള്ളൂ. ഇപ്പൊ അമ്മാവൻ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗം നന്ദിനിക്കുട്ടിയുടെ വിവാഹം നടത്തുന്നത് നല്ലതാണെന്ന് മോഹൻ എനിക്ക് എഴുതിയിരുന്നു. നീ കുറച്ച് വെള്ളം എടുത്തിട്ട്. ഏതായാലും നല്ല സ്വഭാവക്കാരനാണ്. പിന്നെ മോഹന്റെ സ്നേഹിതനാണ്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അയാൾ 2 ആഴ്ചകളിൽ മടങ്ങിപ്പോകും. ഇപ്പൊ നടന്നാൽ നടന്നു. നന്ദിനിക്കുട്ടിയുടെ ഫോട്ടോയും കാണിച്ചു. അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി അമ്മായിയുടെ സമ്മതം മാത്രമേ ആവശ്യമുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ. അവളുടെ പ്രകൃതം അവനും പിടിക്കണ്ടേ? നേരെ ചൊവ്വ ഉപ്പും മുളകും ഞെടാൻ പോലും അവൾക്കറിയില്ല. അതൊക്കെ ശരിയാവും അമ്മായി. ഇതുപോലൊരു ചെറുക്കനെ കിട്ടിയത് നന്ദിനിക്കുട്ടിയുടെ ഭാഗ്യമെന്ന് കരുതിക്കോളൂ. നീ കൊച്ചു കുട്ടിയൊന്നുമല്ല. ജീവിതത്തെ കുറെ കൂടി ഗൗരവമായി കാണണം. നീ കാരണം ഞാൻ എത്ര വേദനിക്കുന്നെന്നറിയാമോ? നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേനെ. എന്നതാണോ സ്ഥിതി? നീ ഇങ്ങനെ പോയാൽ ഭാവിയിൽ താങ്ങും തണലുമായി ആരുണ്ട്? അമ്മ എന്നും ജീവിച്ചിരിക്കുമോ? ഞാൻ എന്ത് വേണം? നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ഞാൻ രവിയുടെ വീട്ടിൽ പോയിരുന്നു. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന ഭർത്താവാണെന്ന് 100 തവണ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത്. നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെ യാതൊരു ചടങ്ങിന്റെ ആവശ്യമില്ല. കല്യാണം നടത്തുകയേ വേണ്ടൂ. നിനക്കിഷ്ടമാണോ മോളെ? എനിക്കിഷ്ടമാണ്. എന്താ നന്ദിനിക്കുട്ടി? ഒന്നുമില്ല. ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തത്. ഉറങ്ങാൻ നോക്കൂ. എന്തായി? രവിയെ കണ്ടോ? രവിയെ കണ്ടു, അമ്മാവനെ കണ്ടു, ആലോചിച്ചു, മുഹൂർത്തവും നിശ്ചയിച്ചു. എന്നാ? ബുധനാഴ്ച രാവിലെ 10-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. ഇരിക്കും മോനെ. നേരാണ് നന്ദിനി ചേച്ചി ആൾക്കാർ പറയുന്നേ. എന്തു പറഞ്ഞു? നന്ദിനി ചേച്ചിയുടെ കല്യാണാണെന്ന്. നേരാണ്. അപ്പൊ നന്ദിനി ചേച്ചിക്ക് ഇനി പുസ്തകം വേണ്ടല്ലേ?
എങ്ങനെയുണ്ടാ പറ്റി എന്റെ ഭർത്താവിന്റെ സെലക്ഷൻ? നന്നായിട്ടുണ്ട്. വേണുവിന് ഇങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ അറിയാമോ? അത് പിന്നെ നിത്യ തൊഴിലല്ലേ അമ്മായി. ആഴ്ചയിൽ ഓരോ സാരി വാങ്ങിച്ചു കൊടുത്തില്ല, പിന്നെ അവിടെ ചെവിതല വെക്കാൻ ഒക്കത്തില്ല. ആ ഞാനിപ്പോ മോളെ നന്ദിനിക്കുട്ടി, സാരിയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ തത്ത ഇങ്ങനെ ഇട്ട്